സന്നിധി തന്നിൽ നായക എന്നും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ലൊരു പുലർച്ചെ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ കർത്താവ് എന്നെയും അനുഗ്രഹിച്ചു. ഈ പ്രഭാത ജാഗരണത്തിൽ പങ്കെടുത്തിരിക്കുന്നതായ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിഷയം നിയമ പാലകർ. അതിനായി നൽകിയിരിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 5 വാക്യം. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. 14 അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 144,000 പേരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. 144,000 പേർക്ക് ഒരു പ്രത്യേകത. അവർ കഷ്ടദിവസത്തിൽ കയറി വന്നവരും കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും കൂടെ പോകുവാൻ അധികാരമുള്ളവരും ഒരു പ്രത്യേക പാട്ട് പാടുവാൻ അധികാരമുള്ളവരും ആകുന്നു ഈ 144,000 പേര്. അവരുടെ വായിൽ ഭോഷ്ക് വന്നിട്ടില്ല. അതുപോലെ അവർ കളങ്കമില്ലാത്തവരും ആയിരുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് 2 മൃഗങ്ങളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് പാപ്പാത്തോ, 2 കുഞ്ഞാട് എന്ന 2 മൃഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൽ പാപ്പാത്തോ ദൈവത്തിൻ്റെ കൽപ്പനകളെ മാറ്റി ദൈവജനത്തെ അതിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 11 അധ്യായത്തിൽ 2-3 വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തു എന്ന ഏകപുരുഷന്റെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത 3 വാക്യത്തിൽ പറയുന്നത്, സർപ്പം ഹവ്വായെ ചതിച്ചു, ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ ചതിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോ ലോകത്തിൽ ഒരു ചതി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നാം കർത്താവിൻ്റെ നിർമ്മല കന്യകയായി ഈ അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ പിശാച് അതിൽ നിന്നും നമ്മെ മാറ്റി നമ്മെ അവനുള്ളവരാക്കി തീർക്കും, ലോകത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമോ എന്നൊരു ഭയം ഇവിടെ ആര് നമ്മോട് ആദ്യമായിട്ട് പറയുന്നു? പൗലോസ് നമ്മെ ബോധിപ്പിക്കുന്നു. നമുക്ക് പൗലോസ് ഒരു ഉള്ളിൽ നമ്മെ ശക്തീകരിക്കുവാൻ വേണ്ടിയിട്ട് പറയും. നമ്മൾ അത് വീണുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഇവിടെ നാം നോക്കുമ്പോൾ 2 മൃഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗവും, ഒന്ന് ഭൂമിയിൽ നിന്ന് കയറി വന്ന മൃഗവും. ഇതിന് ഒരു മൃഗത്തിന് മതത്തിൻ്റെ അധികാരവും മറ്റേ മൃഗത്തിന് രാഷ്ട്രീയമായ അധികാരവും. അതായത് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് മതത്തിൻ്റെ അധികാരം, എന്നാൽ ഭൂമിയിൽ നിന്ന് കയറി വന്ന മൃഗത്തിന് രാഷ്ട്രത്തിന്മേലുള്ളതായ അധികാരം. അങ്ങനെ ഈ 2 മൃഗങ്ങളുടെ പ്രവർത്തനവും ഒന്നു തന്നെയാണ്. 2 മൃഗങ്ങൾക്ക് മഹാസർപ്പം ദൂഷണം പറയുവാനുള്ളതായ അധികാരം കൊടുത്തിരിക്കുന്നു, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും ദൂഷണത്താൽ നിറച്ചുകൊണ്ട് നമ്മൾ ഭോഷ്ക് കയറ്റിക്കൊണ്ട് നമ്മെ ദൈവഭാഗത്തു നിന്ന് മാറ്റണം. അതാകുന്നു മഹാസർപ്പത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ മഹാസർപ്പം എതിർ ക്രിസ്തുവായിട്ടും അധർമ്മം പ്രവർത്തിക്കുന്നവനായിട്ടും നിന്നുകൊണ്ട്
ഈ രണ്ട് മൃഗത്തിൽ കൂടെയും അധർമ്മവും ക്രിസ്തുവിനെതിരായിട്ടുള്ള പ്രവർത്തനവും അവർ നടത്തുന്നു. അങ്ങനെ ദൈവജനത്തെ വഞ്ചിക്കുന്നു. ദൈവജനത്തെ വഞ്ചിച്ചുകൊണ്ട് ഭോഷ്കും കളങ്കമില്ലാത്തവരായിരിക്കുന്ന ജനത്തെ കളങ്കമുള്ളവരുമാക്കി തീർത്ത് ദൈവത്തിൽ നിന്നും അകറ്റി കർത്താവിൻ്റെ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുവരുവാനാണ് മഹാസർപ്പം ശ്രമിക്കുന്നത്. ആ വഞ്ചന നാം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ മക്കളായി കർത്താവിനോടുകൂടെ ചേർന്നിരുന്ന് ഭോഷ്ക് സംസാരിക്കാതെ നിഷ്കളങ്കരായി ജീവിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന അത്യുന്നതനായ കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്തതായ വചനത്തെക്കുറിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പഠിച്ചു. പരിശുദ്ധനെ, മഹാസർപ്പത്തിൻ്റെ വഞ്ചന, മഹാസർപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നതായ രണ്ട് മൃഗങ്ങൾ, അവരുടെ ദൂഷണ നാമങ്ങളിലും പ്രവർത്തികളിലും ഞങ്ങൾ വീണു പോകാതെ ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ നടന്ന് അങ്ങയുടെ മക്കളായും നിഷ്കളങ്കരായും ഭോഷ്ക് സംസാരിക്കാതെയും എൻ്റെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മക്കളായി തീരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധൻ്റെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പരിശുദ്ധ പിതാവേ, ആമേൻ.